എപ്പോഴും കസ്റ്റർഡ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കട്ടോ, പക്ഷേ എപ്പോഴും തിരക്ക് കാരണം കഴിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ വിചാരിച്ച്. അപ്പം അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് മൈദയിലേക്ക് 1/4 കപ്പ് കസ്റ്റർഡ് പൗഡറും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണും ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. പിന്നെ സാധാ നമ്മൾ കേക്ക് ചെയ്യുന്നവരെ 4 എഗ്ഗ് ബീറ്റ് ചെയ്ത് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് ബീറ്റ് ചെയ്ത് വെക്കുക. അതിലേക്ക് ഈ ഫ്ലോർ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കസ്റ്റർഡ് റെഡിയാക്കി എടുക്കുകയാണ്. 1/2 കപ്പ് പാലിലേക്ക് 2 ടീസ്പൂണ് കസ്റ്റർഡ് പൗഡറും പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കസ്റ്റർഡ് റെഡിയാക്കി വെക്കുക. ഇനി ഫ്രൂട്ട് ഞാൻ പൈനാപ്പിളും പിന്നെ മാംഗോ ആട്ടോ എടുത്തത്, പിന്നെ ഡ്രൈ ഫ്രൂട്ടും ആട്ടോ എടുത്തത്. അപ്പോൾ പൈനാപ്പിൾ ഒന്ന് ആ പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് ഒരു 2 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ആ ചൂടോടുകൂടെ തന്നെ ഈ മാങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്രൂട്ടെല്ലാം ചൂടാറിയാൽ പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാം. നമുക്ക് കേക്ക് സെറ്റാക്കി എടുക്കുക. അപ്പോൾ കേക്ക് ഞാൻ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാല് പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മെൽറ്റാക്കി എടുത്തതാണ് കേട്ടോ. അത് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കസ്റ്റർഡിൻ്റെ ക്രീമില്ല അതുകൂടെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മേലെ മൊത്തമായിട്ട് ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കുക. ഡ്രൈ ഫ്രൂട്ടും കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ 2 ലെയർ നമ്മൾ ചെയ്തെടുക്കുക. എപ്പോഴും വിചാരിക്കും വീഡിയോസൊക്കെ ഇങ്ങനെ ഇടണമെന്ന്, പക്ഷേ നമ്മൾ കേക്കിൻ്റെ ഒക്കെ ഓർഡറൊക്കെ വരുന്ന സമയത്ത് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുറേ ടൈം പോവും. അപ്പോൾ പിന്നെ എളുപ്പത്തിന് വേഗം തന്നെ നമ്മൾ കേക്ക് സെറ്റാക്കി അങ്ങോട്ട് കൊടുക്കും. പിന്നെ വീഡിയോസ് എടുക്കാനൊന്നും സമയം കിട്ടില്ല, അതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കാത്തത്. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് കേക്ക് ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പം വിചാരിച്ച് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കാമല്ലോ ഉണ്ടാക്കാത്തവരൊക്കെ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കേട്ടോ. കേക്ക് ഫുള്ള് സെറ്റായി എടുത്തിട്ടുണ്ട്. ഇനി സൈഡിലായിട്ട് ബ്രഷ് വെച്ചിട്ട് ഈ ഒരു ഡിസൈനും കൊടുത്തു, മേലൊരു നോസിൽ ഡിസൈനും കൊടുത്തു കേട്ടോ. ഇനി കസ്റ്റേർഡ് മേലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കുമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാലറ്റ് നൈഫ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ മേലായിട്ട് ഈ ഫ്രൂട്ടും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളെ കസ്റ്റമർക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. കസ്റ്റമർ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഈ കസ്റ്റേർഡ് കേക്കിനെ വാങ്ങിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ, നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.